ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒത്തുകളി സംശയിച്ച സർക്കാരും ദേവസ്വം ബോർഡും ഓഡിറ്റ് ചുമതലയുണ്ടായിരുന്ന വിജയൻ അസോസിയേറ്റ്സ് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെയാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ ദേവസ്വം കമ്മീഷണർക്കും ബോർഡ് ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ടായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അപൂർണമായ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ എത്തിയതിലാണ് വലിയ വിവാദം ഉയരുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് ചുമതല വിജയൻ അസോസിയേറ്റ്സിനായിരുന്നു. ഓഡിറ്റിന്റെ ഭാഗമായി വിജയൻ അസോസിയേറ്റ്സ് ദേവസ്വം കമ്മീഷണറോട് ബില്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയിരുന്നു. എന്നാൽ ദേവസ്വം കമ്മീഷണർ ഇതിന് വ്യക്തമായ മറുപടി സമയപരിധിക്കുള്ളിൽ നൽകിയില്ല. തുടർന്നാണ് അപൂർണമായ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിലെത്തുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വിജയൻ അസോസിയേറ്റ്സിനും കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നതിൽ ദേവസ്വം കമ്മീഷണർക്കും അപൂർണമായ റിപ്പോർട്ട് കോടതിയിലെത്തുന്നതിൽ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായതായാണ് ബോർഡിന്റെ വിലയിരുത്തൽ. അതിന്റെ ഭാഗമായാണ് പരിപാടിയിൽ പങ്കെടുക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിന് പണം നൽകി എന്നുള്ള രേഖകളടക്കം ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് കരാർ നൽകിയത് സർക്കാരിന് കീഴിലുള്ള IIICക്കായിരുന്നു. അവരുടെ ഓപ്പറേഷണൽ വിങ്ങാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അതിനെയാണ് ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കലിന് കരാർ നൽകി എന്ന രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഈ മാസം 17 ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കാൻ തീരുമാനിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.